നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദില്ലിയിലെ രാഷ്ട്രീയ വൃത്തങ്ങളിൽ രണ്ട് പാർട്ടികളുടെ ദേശീയ അധ്യക്ഷന്മാർ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത്. അതായത് നേപ്പാളിലെ ഭരണകക്ഷിയായ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെയും ഇന്ത്യയിലെ ഭരണകക്ഷിയായ BJPയുടെയും ദേശീയ അധ്യക്ഷന്മാരാണ് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തിയത്. അതായത് സ്വതന്ത്ര പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ റാബി ലാമിചാനെയാണ് ഇന്ത്യ സന്ദർശനം നടത്തുന്നത്. അദ്ദേഹം ഇന്ത്യ സന്ദർശനം നടത്തുന്നത് BJPയുടെ ക്ഷണപ്രകാരമാണ്. നോ BJP ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ BJP ഒരു സമ്പർക്ക പരിപാടി, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു സമ്പർക്ക പരിപാടി നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, ജനാധിപത്യ സംവിധാനങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ തലവന്മാരും അല്ലെങ്കിൽ പാർലമെൻ്ററി പാർട്ടി നേതാക്കന്മാരുമൊക്കെ BJP ദേശീയ ആസ്ഥാനത്ത് എത്തുകയും BJPയുടെ ദേശീയ നേതാക്കളുമൊക്കെ ആയിട്ടൊക്കെ സംവദിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ പദ്ധതിയുടെ പേരിൽ. അങ്ങനെയാണ് നേപ്പാളിലെ ഭരണകക്ഷിയായ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ റാബി ലാമിചാനെ ഇന്ത്യയിലെത്തുന്നത്. വലിയ സ്വീകരണമാണ് ഇദ്ദേഹത്തിന് BJPയുടെ ദേശീയ ആസ്ഥാനത്ത് ലഭിച്ചത്, ദില്ലിയിലെ ദേശീയ ആസ്ഥാനത്ത് ലഭിച്ചത്. ഈ വലിയ രീതിയിൽ പുഷ്പവൃഷ്ടിയൊക്കെ നടത്തുന്നു. ഇദ്ദേഹത്തെ സ്വീകരിക്കാനായി പരമ്പരാഗതമായ കലാരൂപങ്ങൾ, ചെണ്ടമേളങ്ങളുടെ അകമ്പടി, ഇങ്ങനെയൊക്കെയാണ് നേപ്പാളിൻ്റെ രാഷ്ട്രീയ പാർട്ടിയായ അല്ലെങ്കിൽ ഭരണകക്ഷിയുടെ ദേശീയ അധ്യക്ഷനെ ഇന്ത്യൻ ഭരണകക്ഷിയായ BJPയുടെ ദേശീയ അധ്യക്ഷൻ വരവേറ്റത്. വലിയ സ്വീകരണമാണ് അദ്ദേഹത്തിന് നൽകിയത്. മാത്രമല്ല നിതിൻ നബീനുമായി ദീർഘനേരം അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തു. രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ, രണ്ട് ജനാധിപത്യ സംവിധാനങ്ങൾക്കുള്ളിലെ അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങളിലെ രണ്ട് പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് ഇത്. കൃത്യം ഒരു രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ഒരു ഔട്ട്റീച്ച് മാത്രമാണ്, അല്ലാതെ ഇതിനകത്ത് മറ്റ് അജണ്ടകളൊന്നുമില്ല എന്ന് BJP വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും ഈ രണ്ട് ദേശീയ അധ്യക്ഷന്മാരുടെയും കൂടിക്കാഴ്ച, അവർ തമ്മിലുള്ള ചർച്ച, ഇതെല്ലാം രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ചില ഇടപെടലുകൾ എന്നതിനപ്പുറം മറ്റു ചില മാനങ്ങൾ ഈ ചർച്ചകൾക്കുണ്ട് എന്നാണ് ദില്ലിയിലെ രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അത് മറ്റൊന്നുമല്ല, ഇന്ത്യ നേപ്പാൾ നയതന്ത്ര ബന്ധം, ഈ ബന്ധം ഊഷ്മളമാക്കാനുള്ള ചില നടപടിക്രമങ്ങൾ രണ്ട് പാർട്ടികളുടെയും അധ്യക്ഷന്മാർ തമ്മിൽ കണ്ടതോടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് സൂചന. അതായത് കഴിഞ്ഞ കുറേ നാളുകളായി രണ്ട് രാഷ്ട്രങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ചില വിള്ളലുകൾ. നേപ്പാൾ രാഷ്ട്രീയം മാറി മറിയുകയാണ് എന്ന് നമുക്കറിയാം. രാഷ്ട്രീയമായ പ്രതിസന്ധികൾ എപ്പോഴും നേപ്പാളിൻ്റെ ഒരു കൂടപ്പിറപ്പാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയമായ അനിശ്ചിതാവസ്ഥ അത് ആ രാജ്യത്തിൻ്റെ വികസനത്തെ വല്ലാതെ തടസ്സപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ സർക്കാർ KP ഒലി ശർമ്മയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന, നേപ്പാളി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന സർക്കാർ, ആ സർക്കാർ പുറത്തു പോയത് അവിടെയുണ്ടായ ഒരു വലിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാണ്. ഒരു വലിയ യുവജന പ്രക്ഷോഭം ബംഗ്ലാദേശ് മോഡലിൽ നേപ്പാളിൽ ഉണ്ടാകുന്നു. ജെൻസി കലാപം ഉണ്ടാകുന്നു. ആ ജെൻസി കലാപത്തിൽ മണിക്കൂറുകൾ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ KP ഒലി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിലം പതിക്കുന്നു. അതിനുശേഷം അവിടെ ഒരു ഇടക്കാല സർക്കാർ ഉണ്ടാകുന്നു. പിന്നീട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് നടന്നത് അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പിലാണ്, അതായത് ഈ മാർച്ചിലാണ്, 2026 മാർച്ചിലാണ് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതും വലിയ ഭൂരിപക്ഷത്തോടു കൂടി നേപ്പാളിൽ അവിടെ രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി എന്ന പുതിയൊരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വരുന്നതും. രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയുടെ അധ്യക്ഷനായിരുന്ന ബാലേന്ദ്ര ഷാ എന്നറിയപ്പെടുന്ന ബാലേൻ ഷാ അവിടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യുന്നു. വലിയ ജനകീയ മുന്നേറ്റമാണ് ബാലേൻ ഷാ ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടാക്കിയത്. ബഹുഭൂരിപക്ഷം സീറ്റുകളിലും രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടിയാണ് അവിടെ ജയിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മന്ത്രിസഭയുണ്ടാക്കി അവിടെ ഭരണം ആരംഭിച്ചു. പക്ഷേ ബാലേൻ ഷാ ഈ രാഷ്ട്രീയമായ കാര്യങ്ങളിൽ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ അതിർത്തി തർക്കങ്ങളിലൊക്കെ വളരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ഒരു ഭരണാധികാരിയാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത് തന്നെ നമുക്ക് ഓർമ്മയുണ്ട്, രാമനവമി ദിനത്തിലാണ്. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹത്തെ പാർലമെൻ്ററി പാർട്ടി ലീഡറായിട്ടൊക്കെ തിരഞ്ഞെടുത്തതിന് ശേഷം രാമനവമി ദിവസമാണ് അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്കായി തിരഞ്ഞെടുത്തത്. എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദു രാഷ്ട്രം എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ മടക്കയാത്രയിലേക്ക് നേപ്പാൾ പോകുന്നു എന്ന് വ്യക്തമാക്കുന്ന സന്ദേശമാണ് അന്ന് ബാലേൻ ഷാ നൽകിയത്. പക്ഷേ പഴയ ഒരു രാജകീയ ഭരണത്തിലേക്കൊന്നുമല്ല, രാജ്യത്തിൻ്റെ സംസ്കാരം, രാജ്യത്തിൻ്റെ ഒരു ചരിത്രം, ഇതൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം രാമനവമി ദിനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. കാരണം നമുക്കറിയാം, നേപ്പാൾ ഇന്ന് അവശേഷിക്കുന്ന ഏക ഹിന്ദു രാഷ്ട്രമാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ
ഈ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന തരത്തിലാണ് അദ്ദേഹം ആ സത്യപ്രതിജ്ഞ തീയതി പോലും തിരഞ്ഞെടുത്തത് എന്ന് പിന്നീട് വിശദീകരിക്കപ്പെട്ടു. എങ്കിൽ പോലും ഇന്ത്യയിലെ BJP സർക്കാരുമായി അത്രമാത്രം പൊക്കൽക്കൊടി ബന്ധമൊന്നും ഈ രാമനവമി ദിനത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതുകൊണ്ട് ഈ ബാലൻ ഷായ്ക്ക് കൽപ്പിച്ചു കൊടുക്കാൻ കഴിയില്ല. അദ്ദേഹം തീർത്തും ഇന്ത്യ വിരുദ്ധനായ ഒരു നേതാവാണ്. ഇന്ത്യ വിരുദ്ധൻ എന്ന് പറയാൻ കഴിയില്ല, എങ്കിലും ഇന്ത്യയുമായി ഒരു നിശ്ചിത അകലം പാലിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഈ ജൻസി പ്രക്ഷോഭ കാലത്തൊക്കെ ഉയർന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത് നേപ്പാൾ ഒരു സ്വതന്ത്ര രാജ്യമാണ്, എങ്കിലും ഇന്ത്യയോട് അമിതമായ വിധേയത്വം കാണിക്കുന്ന രാജ്യമാണ്. ഇന്ത്യ നേപ്പാളിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്ന രാജ്യമാണ്. ഇന്ത്യയുടെ ഈ ഇടപെടൽ അവസാനിപ്പിക്കണമെന്നൊക്കെ ആ കാലഘട്ടത്തിൽ, അതായത് പ്രക്ഷോഭ സമയത്ത് ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അങ്ങനെ ആ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി പ്രക്ഷോഭകാരികളുടെ പിന്തുണയോടുകൂടി അധികാരത്തിൽ വന്ന ബാലൻ ഷായ്ക്ക് ഇന്ത്യയോട് അങ്ങനെ അമിത വിധേയത്വം മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കുന്നത് പോലെ കാണിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇന്ത്യയുമായി ഒരു നിശ്ചിത അകലം പാലിച്ചു. ഇന്ത്യയുമായി മാത്രമല്ല, അമേരിക്കയുമായും ചൈനയുമായിട്ടുമൊക്കെ ഇദ്ദേഹം ഒരു അകലം പാലിക്കുകയാണ് ചെയ്തത്. അതായത് നേപ്പാളിൻ്റെ പരമാധികാരത്തെ കാത്തു സൂക്ഷിക്കാനായി അദ്ദേഹം അങ്ങനെ ചെയ്തു. ഇന്ത്യയുമായി ഏതാണ്ട് 1800 കിലോമീറ്ററോളം അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. മാത്രമല്ല, രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനത്തിലും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൽ പോലും ഇന്ത്യയെ ആശ്രയിക്കുന്ന ഒരു സാഹചര്യമുള്ള രാഷ്ട്രമാണ് നേപ്പാൾ. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്ഥാനപതിമാരുമായിട്ടോ സ്ഥാനമേറ്റ് കഴിഞ്ഞാൽ ഉടനെ ഇന്ത്യയിലെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുക, ഇന്ത്യ സന്ദർശനം നടത്തുക, ഇന്ത്യയിൽ നിന്നുള്ള നേതാക്കന്മാരെ ഊഷ്മളമായി സ്വീകരിക്കുക, ഇതൊന്നും തന്നെ ബാലൻ ഷാ ചെയ്തില്ല. മാത്രമല്ല, ഇന്ത്യയും നേപ്പാളുമായി അതിർത്തി തർക്കങ്ങളുണ്ട്. ഈ അതിർത്തി തർക്കങ്ങളിലെല്ലാം കർശനമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് കാലാപാനി, അതുപോലെ തന്നെ ലിപുലേഖ് പാസ്, ലിപിയാധുര എന്നിങ്ങനെയുള്ള പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളെല്ലാം ഇന്ത്യയും നേപ്പാളും ഒരേപോലെ അവകാശവാദം ഉന്നയിക്കുന്ന പ്രദേശങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ തർക്ക പ്രദേശങ്ങളിലെല്ലാം വളരെ കർശനമായ നിലപാട് സ്വീകരിക്കുകയും ഇത് തങ്ങളുടെ ടെറിട്ടറിയാണ് എന്ന് കൃത്യമായി പറയുകയും ഒക്കെ ചെയ്ത ഒരു പ്രധാനമന്ത്രിയാണ് അദ്ദേഹം. മാത്രമല്ല, ഈ അടുത്ത കാലത്തായി കൈലാസ മാനസ സരോവർ യാത്ര ഇന്ത്യ ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. 2 റൂട്ടുകളാണ് ഈ യാത്രയ്ക്കായി ഇന്ത്യ ഗവൺമെൻറ് അനുവദിച്ചത്. അതിലൊന്ന് ഈ നേരത്തെ പറഞ്ഞ ലിപുലേഖ് പാസിലൂടെയുള്ള ഒരു യാത്ര, രണ്ടാമത്തേത് സിക്കിം വഴി നാഥുല പാസ് വഴിയിട്ടുള്ള യാത്ര. ഇങ്ങനെ 2 റൂട്ടുകളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. ഈ റൂട്ട് പ്രഖ്യാപിച്ചതോടുകൂടി ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് നേപ്പാൾ രംഗത്തെത്തിയത്. ലിപുലേഖ് പാസ് എന്ന് പറയുന്നത് നേപ്പാളിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും അതുവഴിയും കൈലാസ മാനസരോവർ യാത്ര നടത്താൻ കഴിയില്ലെന്നും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു പ്രദേശം കൈയടക്കാനുള്ള ആ ഒരു രീതിക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നുവെന്നുമെല്ലാമാണ് അന്ന് നേപ്പാൾ പ്രതികരിച്ചത്. പ്രധാനമന്ത്രി ബാലൻ ഷായുടെ കടുത്ത നിലപാടാണ് ഇതിന് കാരണം. പക്ഷേ ഇന്ത്യ അപ്പോൾ തന്നെ മറുപടി നൽകിയിട്ടുണ്ട്. ചരിത്രപരമായ വസ്തുതകളോ അല്ലെങ്കിൽ ചരിത്ര യാഥാർത്ഥ്യങ്ങളോ ഒന്നും തന്നെ ഒത്തുപോകുന്നതല്ല ഈ അവകാശവാദങ്ങൾ. ചരിത്രപരമായി അല്ലെങ്കിൽ കാലാകാലങ്ങളായി ഇതെല്ലാം ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. കാരണം ലിപുലേഖ് പാസ് എല്ലാം ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ മേഖലയാണ്. കാരണം ഈ ടിബറ്റൻ പ്രദേശങ്ങളിലെ മൂവ്മെൻറ്റുകളെല്ലാം കൃത്യമായി ഇന്ത്യക്ക് അറിയാൻ കഴിയുക ഈ പ്രദേശത്ത് നിലയുറപ്പിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ തന്ത്രപ്രധാനമായ ഭാഗമാണ്, രാജ്യത്തിൻ്റെ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇത്തരം പ്രദേശങ്ങളിൽ അവകാശവാദം ഉന്നയിക്കരുത് എന്ന് പറഞ്ഞ് ഇന്ത്യയും അങ്ങോട്ട് തിരിച്ചടിച്ചു. ഇത്തരത്തിൽ ഇന്ത്യയും നേപ്പാളും തമ്മിൽ വലിയ സംഘർഷങ്ങൾ, അതുപോലെ തന്നെ അതിർത്തി തർക്കങ്ങളൊക്കെ നിലനിൽക്കുന്നിടത്ത് ബാലൻ ഷാ കടുത്ത നിലപാട് സ്വീകരിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ചൈനയോടും ഇന്ത്യയോടും ഒരു വല്ലാത്ത അകലം പാലിക്കുന്നുണ്ട് നേപ്പാൾ. അതുകൊണ്ട് തന്നെ നേപ്പാൾ സർക്കാരിൻ്റെ നയങ്ങളെ അനുനയിപ്പിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. അതുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയുമായി ചർച്ച നടത്തുക, അതോടൊപ്പം തന്നെ ഈ പറയുന്ന നോ BJP എന്ന് പറയുന്ന ഒരു ഇനിഷ്യേറ്റീവ്, അതിലൂടെ 2 പാർട്ടികൾ തമ്മിലുള്ള അടുപ്പം അത് വർദ്ധിപ്പിക്കുക. ആ അടുപ്പം പിന്നീട് സർക്കാരിൻ്റെ നയങ്ങൾ അത് ഇന്ത്യക്ക് അനുകൂലമായി മാറ്റുക, ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു സർക്കാർ അവിടെ ഉണ്ടാക്കുക എന്നതൊക്കെയാണ് ഈ 2 പാർട്ടികളുടെ തലവന്മാർ തമ്മിലുള്ള ചർച്ചയ്ക്ക് പിന്നിൽ എന്നാണ് ഇപ്പോൾ പലരും വിലയിരുത്തുന്നത്. മാത്രമല്ല, നേരത്തെയുള്ള ഒരു കർശനമായ നിലപാടിൽ നിന്നും ഇപ്പോൾ ബാലൻ ഷാ അയയുന്നതായിട്ടും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അല്പം അയവ് വന്നിട്ടുള്ളതായിട്ടുമൊക്കെ സൂചനകൾ വന്നിട്ടുണ്ട്. അതായത് ഈ അതിർത്തി പ്രദേശങ്ങളിലെ തർക്കങ്ങളെ സംബന്ധിച്ച് ഈ അടുത്ത കാലത്ത് നേപ്പാൾ പാർലമെന്റിൽ ബാലൻ ഷാ പറഞ്ഞ ഒരു പ്രസ്താവന, ഇന്ത്യ മാത്രമല്ല നേപ്പാളിൻ്റെ ഭൂമി കയ്യേറിയിരിക്കുന്നത്, നേപ്പാളും ഇന്ത്യയുടെ ഭൂമി പലയിടങ്ങളിലും കയ്യേറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാണ് പാർലമെന്റിൽ നേപ്പാൾ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയോടുള്ള ഒരു തെറ്റിദ്ധാരണ. നേപ്പാൾ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞാൽ അത്രമാത്രം കർക്കശക്കാരനാണ്, ഒരു ട്രൂ നാഷണലിസ്റ്റ് ആണ്. അതായത് ഇന്ത്യയുടെ അഖണ്ഡ ഭാരതം എന്ന
ഒരു സങ്കല്പമുണ്ടല്ലോ, ഇന്ത്യയിൽ നിന്നും വിഘടിച്ചു പോയ ഭൂപ്രദേശങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു അഖണ്ഡ ഭാരതം എന്ന സങ്കല്പം, അത് ഇന്ത്യയിലെ പല ദേശസ്നേഹികൾക്കും ഉണ്ട് എന്ന കാര്യം നമുക്കറിയാം. അഖണ്ഡ ഭാരതം എന്ന ഭൂപടത്തിൻ്റെ ഒരു ചിത്രമൊക്കെ നമുക്കറിയാം. അത്തരത്തിൽ നേപ്പാളിൻ്റെ ഒരു യഥാർത്ഥ ഭൂപടം എന്ന നിലയിൽ ഒരു ഭൂപടം ബാലൻ ഷായുടെ ഓഫീസിൽ വെച്ചിട്ടുണ്ട്. അദ്ദേഹം പാർലമെൻറ്റിലും മറ്റും അത് സ്ഥാപിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ ഭൂപടത്തിലെ പല ഭാഗങ്ങളും ഇന്ത്യയുടേതാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ഒരു ഭൂപടം വച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നേപ്പാളിൻ്റെ ആ അതിർത്തികൾ ഞാൻ സംരക്ഷിക്കുമെന്ന കൃത്യമായ ബോധ്യത്തോടു കൂടിയുള്ള ഒരു ട്രൂ നാഷണലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഒരു രാജ്യത്തിന് മുന്നിലും അടിയറ വയ്ക്കാൻ തയ്യാറല്ലാത്ത ഒരു ടഫ് ഭരണാധികാരിയാണ്. അതുകൊണ്ടാണ് സർക്കാരിൻ്റെ അനുനയിപ്പിക്കാൻ നേപ്പാൾ സർക്കാരിന് ഇന്ത്യൻ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ചില നയങ്ങൾ ഉണ്ടാകാനൊക്കെയാണ് ഇരു രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ ചർച്ച നടത്തിയത് എന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ നേപ്പാൾ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാനും അതോടൊപ്പം തന്നെ നേപ്പാളിൽ ഇന്ത്യൻ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുമെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ശ്രമിക്കുമെന്നാണ് സൂചന. അതിന് തൊട്ട് മുന്നോടിയായിട്ടാണ് പാർട്ടി തല ആശയവിനിമയം ഇന്ന് നടന്നിട്ടുള്ളത്.